ഇന്നൊരു ചീര വറവിൻ്റെ റെസിപ്പിയാണ്. ഇത് സിലോൺ ചീര അല്ലെങ്കിൽ അടുക്കള ചീര നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ വളപ്പിൽ തന്നെ ഉണ്ടായതാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി ഡെലിഷ്യസ്. അപ്പോൾ അത് വളപ്പിൽ നിന്ന് കുറച്ച് പറിച്ചു. ഇത് വറുത്ത് കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ ഉണ്ടാവൂ എന്നറിയാം. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടി എന്താ പറയുക മുറിച്ചിടൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം പറിച്ചെടുത്തു. എന്നിട്ടത് കഴുകി മുറിച്ച് ഇങ്ങനെ ഒരു ചീനച്ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വറവിലിടുകയല്ല ചെയ്യുന്നത്. ചില സമയത്ത് ഇങ്ങനെ അരിയൊക്കെ വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് എന്നിട്ട് അതിലേക്ക് ഈ ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പല രീതിയിൽ ഇത് ഉണ്ടാക്കാം. പക്ഷെ ഞാനിന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ചീര ഇതിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിം ആകുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മൂടി വെക്കുക. ഇത് ഏകദേശം പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കാവും. ഇതിനധികം ടൈമൊന്നും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. വേണമെങ്കിൽ ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരി അതുപോലെ തന്നെ വറ്റൽ മുളകൊക്കെ ഇട്ട് അതൊന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേക്കും ചീര ഇട്ട് കൊടുക്കാം. അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിത് എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് ചീര ചപ്പിട്ടു. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വഴറ്റി പിന്നെ അത് അടച്ചു വെച്ചു. ഓക്കെ, അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു പരുവാവും. നമ്മൾ മുറിച്ചിടുമ്പോൾ കണ്ട അത്രയും ക്വാണ്ടിറ്റി അത് കുക്കാവുമ്പോൾ ഉണ്ടാവില്ല. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് എല്ലാവർക്കും എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലിടയ്ക്ക് നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഇട്ടാൽ ഇതിന് ടേസ്റ്റ് കൂടും. വെറുങ്ങനെ കഴിക്കുന്നതിലും ഇതാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ടതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സോ ഇത് ഏകദേശം റെഡിയായി. തേങ്ങയൊക്കെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുകയും ഞാൻ ചെയ്യുന്നുള്ളൂ. വേറെ വറുത്തിടുകയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് വെളിച്ചെണ്ണ നനച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ എന്താ പറയുക ലേറ്റായിട്ടുള്ളൊരു ടൈമിൽ പെട്ടെന്ന് ലഞ്ചൊക്കെ റെഡിയാക്കണമെങ്കിൽ അതിനൊരു തോരൻ എന്നുള്ള രീതിയിൽ റെഡിയാക്കാം. സോ ബൈ.